പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 31-ാമത്തെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 3 മാസം കർത്താവിൻ്റെ ചിറകൻ നമ്മെ മറയ്ക്കുവാനിടയായി. ആയുസ്സും ആരോഗ്യവും ആഹാരവും തന്ന് നമ്മെ പോറ്റുവാനിടയായി. എണ്ണത്തിൽ കുറഞ്ഞു പോകുവാനിടവരാതെ നമ്മെയും നമുക്കുള്ളതെല്ലാം കരുതി പരിപാലിച്ചു. 77-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്ന് ഞാൻ പറഞ്ഞു. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കട്ടതയുടെയും വേദനകളുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും എന്നതിന് സംശയമില്ല. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ച്, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലും വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകളെയും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ ചില കട്ടതകളിൽ കൂടെ കടത്തിവിടാറുണ്ട്. കട്ടതയിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് ശേഷം യോബ് എന്ന ഭക്തൻ പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. രോഗസൗഖ്യത്തിനു ശേഷം ഹിസ്കിയാവ് പറയുന്നത് തൻ്റെ കട്ടത ദൈവിക സമാധാനത്തിൻ്റെ വ്യാപ്തി ഗ്രഹിക്കുവാനായിരുന്നു എന്ന്. അതുപോലെ ദൈവവചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആഴത്തിൽ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ടതിനായിട്ടാണ് തന്നെ കട്ടതയിൽ കൂടെ കടത്തിവിട്ടതെന്ന് 119-ാം സങ്കീർത്തനക്കാരൻ അവകാശപ്പെടുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കട്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടണമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. എന്നാൽ കട്ടതയുടെ വിധമോ ദൈർഘ്യമോ അവിടെ നിന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഷ്ടം മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമാണ്. ഇവിടെ ഉണ്ടെന്നുള്ളതല്ല, അതിനെ നേരിടുന്ന വിധമാണ് പ്രധാനമായിരിക്കുന്നത്. കഷ്ടതയെ കുറിച്ചുള്ള മനുഷ്യരുടെ ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്. കഷ്ടത വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതോ മറ്റുള്ളവരെ ശപിക്കുന്നതോ കുറ്റം പറയുന്നതോ മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ആരോപിക്കുന്നതോ ശരിയായ മാർഗമല്ല. യഥാർത്ഥ ദൈവഭക്തൻ കഷ്ടതയോടടുത്തു ചെല്ലുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും അവൻ മറുപടി ലഭിക്കുന്നതുവരെയും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ഉപവാസത്തിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവം തൻ്റെ ഭക്തന്റെ കട്ടത മാറ്റുകയും ഒരു ഉയർച്ച നൽകുകയും ചെയ്യും. ആമേൻ. ഈ പ്രഭാതം കട്ടതയുടെ നടുവിലാണ് കുഞ്ഞെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കുഞ്ഞെ, ഈ 3-ാം മാസം കഴിയുമ്പോൾ നിനക്കൊരു ഉയർച്ച അടുത്ത സ്തോത്രം 4-ാം മാസത്തിലേക്ക് ഒരു ഉയർച്ച സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കട്ടതയിൽ ദൈവവും നമ്മോട് പങ്കാളിയായി കൂടെ ഉണ്ടായിരിക്കും. കഷ്ടതയിൽ നമ്മെ തനിയെ വിടുകയില്ല, കർത്താവും കൂടെ ഉണ്ടായിരിക്കും എന്ന് അറിയുന്നതൊരു ഭക്തന് ധൈര്യം നൽകുന്ന കാര്യമാണ്. ആമേൻ. ദൈവം നമ്മുടെ പങ്കാളിയായി കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തോട് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവം. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രകാരം എഴുതുവാനിടയായും, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ. നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി അത് ഫലിക്കുന്നു. ആകയാൽ പ്രിയ ദൈവഭൈതലേ, നാം ചിലതിനെയെല്ലാം പ്രാപ്തരായി തീരുവാൻ വേണ്ടി ദൈവത്തിന് നമ്മോട് സംസാരിക്കാനാണ് നമുക്ക് നേരിടുന്ന പല കഷ്ടങ്ങളുടെയും ദൈവിക ഉദ്ദേശമെന്ന് നാം ഈ പ്രഭാതം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയില്ല, ഒരു ജയത്തിലേക്ക് തന്നെ മാറും. ആമേൻ. ആകയാൽ പ്രിയ ദൈവമക്കളേ, ഈ കഷ്ടത നിന്നെ തകർത്തു കളയുവാനല്ല, ഈ രോഗം നിന്നെ തീർക്കുവാനല്ല, ഈ നിന്നെ പരാജയമാക്കുവാനല്ല, ഈ ഞെരുക്കം നിന്നെ ഒതുക്കുവാനല്ല. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ആരെങ്കിലും ഒന്ന് സ്തോത്രം അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു,
ആമൻ എന്ന് ചിന്തിച്ച നിന്നെ അനേകർക്കൊരു അനുഗ്രഹമാക്കുവാൻ ആമൻ ഈ പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നു. നീ അനേകർക്കൊരു അനുഗ്രഹവും ആശ്വാസമായി തീരും കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്ന വീഴ്ചകളും ഞെരുക്കങ്ങളും കഷ്ടതകളും ഒരു ഉയർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് ഈ ആമേസ്ത്ര 3-ാം മാസത്തിന്റെ 31-ാമത്തെ പ്രഭാതം പരിശുദ്ധാത്മാവ് പറയുന്നു. കുഞ്ഞെ, അവൻ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ ദൈവസന്നിധി അടുക്കാമോ? വിശ്വാസത്തിൽ അവൻ നീ ഇന്ന് പകൽക്കാലം അവൻ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എന്നോട് ചേർന്ന് ഈ പ്രഭാതം ഒരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈ വരിച്ച സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഭക്തൻ പാടിയതുപോലെ ഇന്ന് കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഓരോ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ ഞങ്ങളുടെ ഉയർച്ചയുടെ സംവത്സരങ്ങളാകുന്നു എന്ന് വരും നാളുകൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവസന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. രോഗികളായിരിക്കുന്നവരുണ്ട്, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവരുണ്ട്, മാനസിക നിരാശകളിലായിരിക്കുന്നവരുണ്ട്, കർത്താവെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഒരു നല്ല ഭവനം ആമേശ്വരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ആത്മീയ ആമേശ്വരം നിലയിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു വിശാലതയ്ക്കായി അവയെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ഞെരുക്കങ്ങളും ഈ കഷ്ടതകളും മാറി ഒരു ഉയർച്ച നൽകി ആദരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മകക്ഷമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. Thank you. God bless you.